ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ മോമോസ് ആണ്. അപ്പോൾ മോമോസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും അല്ലേ? പലരുമൊക്കെ ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ചിലരൊക്കെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് മോമോസ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടി ഒരു ട്രയലാണ്, പക്ഷേ അത് അടിപൊളിയായിരുന്നു. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മോമോസ് ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോലും കഴിച്ചിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1/2 കിലോ മൈദമാവ് എടുത്തു. അതിനുശേഷം ഒരു 100 ഗ്രാം വരും കോൺഫ്ലോറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നല്ല ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ മാതിരി അതേ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കുഴച്ച്, ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി നല്ലപോലെ കുഴച്ച് ഉരുട്ടി എടുത്തു. ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഞവടി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ആ അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അടുത്ത് ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ആണ്. അപ്പോൾ ആ പീസസ് ഞാൻ എടുത്ത് ആദ്യം ജസ്റ്റ് ഒന്ന് അരിഞ്ഞു നോക്കി, കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമെന്ന് വെച്ചു. പക്ഷേ അങ്ങനെ തോരത്തിനൊക്കെ അരിയണ പോലെ അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞാക്കി അരിയാൻ നോക്കിയിട്ടും നമ്മുടെ ചിക്കൻ മൊമോസിന് വേണ്ട ആ ഒരു ശരിക്കുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ചിന്തിച്ചു, ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ജാറിലേക്കിട്ട് നല്ല പോലെ പൊടിച്ചെടുത്തു. അപ്പോഴേക്കും നല്ല അടിപൊളി കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മുടെ ചിക്കൻ കിട്ടി. മോമോസിൻ്റെ അതേ ഇതിൽ തന്നെ എനിക്ക് ആ ചിക്കൻ കിട്ടി എന്നുള്ളതാണ്. ശേഷം അതിന് എന്നിട്ട് മാറ്റി വെച്ചു. സവാളയൊക്കെ അരിഞ്ഞു വെച്ചു. അതിന് വേണ്ട ഉള്ളിപ്പൂ ഒരു 4 അരിഞ്ഞു വെച്ചു. പിന്നെ പച്ചമുളക് ഒരെണ്ണം അതിന് നെടുകെ കീറിയിട്ട് അതിൻ്റെ അരിയെല്ലാം കഴിഞ്ഞിട്ട് അതിനെയും കീറിയെടുത്തു, നുരുനുര അരിഞ്ഞെടുത്തു. അതിനുശേഷം നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. നമ്മുടെ നെടുകെ കീറിയ പച്ചമുളക് അരി കളഞ്ഞത് അതിലേക്ക് ഇട്ടു. ഇവിടെ കടുകോ ഉലുവയോ ഒന്നും തന്നെ വേണ്ട താളിക്കാൻ. ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുക, ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടുക, ശേഷം സവാള അരിഞ്ഞതിടുക. ഭയങ്കര ഈസി പ്രോസസ്സാണ്. ശേഷം നമ്മുടെ ഉള്ളിപ്പൂ, അതായത് സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞതിട്ടു. ശേഷം നമ്മുടെ നല്ലപോലെ പൊടിച്ച് വെച്ച ചിക്കൻ ഇട്ടു. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പൊടിച്ചത് അതുപോലെ ഒരു 2 സ്പൂൺ വരും അതും ഇട്ടു. ഇതിൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിക്കുകയാണ്. അതിന് മുന്നേ കുരുമുളക് ഇടുകയാണ്. കുരുമുളക് ഞാനിവിടെ എൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് വലുതായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനൊരു 3 ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ നമുക്കൊട്ടും താമസിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാം സ്പീഡിന് നമുക്ക് ചെയ്യാൻ പറ്റും. കുരുമുളക് ഇടുന്നു, അതിന് ശേഷം ഞാൻ അതിൻ്റെ പിന്നാലെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സോയാ സോസാണ്. സോയാ സോസ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. നമുക്കിവിടെ ചിക്കൻ നന്നായിട്ട് വെന്തോ എന്ന് നോക്കേണ്ട കാര്യമില്ല, കാരണം ചിക്കൻ ഒരു ഹാഫ് ബോയിൽഡാണ് നമുക്കിവിടെ ആവശ്യം. ബാക്കി പകുതി അത് നമ്മുടെ മോമോസ് റെഡിയാക്കുമ്പോൾ ആവിയിൽ കിടന്നത് വേവാനുള്ളതാണ്. അതുകൊണ്ട് ചിക്കൻ വെന്തോ എന്ന് നമുക്ക് ഒരു സംശയമോ ടെൻഷനോ അറിയേണ്ട കാര്യമില്ല. ശേഷം നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മോമോസിന് വേണ്ടിയിട്ട് ആ മാവിനെ പരത്തുക എന്നുള്ളതാണ്. അപ്പോൾ പരത്തി ഞാൻ ഇതേ ഒരു ഷേപ്പിൽ ഞാനൊരു 2 ഷേപ്പിൽ മോമോസ് റെഡിയാക്കി. ഇനി അതെങ്ങനെയാണ് ഇങ്ങനെ ഈ 2 ഷേപ്പിലാക്കുന്നത് എന്നുള്ളത് ഞാൻ ഉടനെ കാണിക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തണം. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് അതിനൊന്ന് റൗണ്ടാക്കി എന്തെങ്കിലും ഒരു അച്ചോ എന്തെങ്കിലും ഈ ഗ്ലാസിൻ്റെ വട്ടമൊക്കെ കൊണ്ട് നമുക്കതിനെ റൗണ്ടാക്കി നമുക്കിങ്ങനെ എടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ അകത്തേക്ക് തള്ളുന്നു, നമ്മൾ 2 അറ്റവും പിടിച്ച് ചേർത്ത് വയ്ക്കുന്നു, വീണ്ടും അതിനെ ഒന്ന് അകത്തേക്ക് തള്ളി കൊടുക്കുന്നു, വീണ്ടും 2 അറ്റം പിടിച്ച് ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പിൽ മോമോസ് റെഡിയായി കിട്ടും.
പിന്നെ മറ്റത് ഞാൻ 2 ഷേപ്പ് അവിടെ കാണിച്ചിരുന്നു. അതിലൊരു ഷേപ്പ് ഞാൻ എന്തോ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, സോറി. അതും വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ പൂവട റെഡിയാക്കില്ലേ, അല്ലെങ്കിൽ ഓട്ടട റെഡിയാക്കില്ലേ, അതുപോലെ മടക്കിയതിന് ശേഷം അതിനെ തിരിച്ച് പിടിച്ച് മടക്കുമ്പോഴാണ് ആ ഒരു റൗണ്ട് പോലെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ദാ ഇതിൽ കുറേ പീസസ് ആക്കി. സത്യത്തിൽ ഇന്നത്തെ എൻ്റെ ഈ മോമോസിൻ്റെ ഞാൻ എടുത്ത ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു 45 മോമോസ് എനിക്കിവിടെ റെഡിയായി കിട്ടി എന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഉള്ള ചേരുവകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ സാധാരണ ഒരു വീട്ടിൽ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അളവ് കുറച്ച് എടുത്താൽ മതി. അത് സ്ഥിരമായി ജോലി ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ അളവ് പറയേണ്ട കാര്യമില്ല. ഓരോന്നിനും ഇത്ര വേണം എന്നുള്ളത് സ്വന്തമായിട്ട് തന്നെ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ എൻ്റെ നല്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോമോസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സത്യം പറയാൻ ഞാൻ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള മോമോസ് പ്ലേ അല്ലായിരുന്നു. ഈ മോമോസൊക്കെ വല്ല റെസ്റ്റോറൻറ്റിലും കൊണ്ട് കൊടുത്താലുണ്ടല്ലോ, ഒരു സെക്കൻഡ് കൊണ്ട് ഈ മോമോസ് തീരുമെന്നതാണ് സത്യം. അത്രയ്ക്കും സൂപ്പറായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.